ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു TMT കിച്ചൺ. അപ്പോൾ നമുക്ക് ഇന്നൊരു അടിപൊളി സൂപ്പ് ഉണ്ടാക്കിയാലോ? ഇന്ന് രാവിലെ കുറച്ച് ബീഫിൻ്റെ ലെഗ് കിട്ടി. അപ്പോൾ ഇത് വെച്ചൊരു സൂപ്പ് ഉണ്ടാക്കിയാലോ എന്ന് ആലോചിച്ചു. അപ്പോൾ വരും, നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു കുക്കറിലോട്ട് ലെഗ് ഇങ്ങനെ ഇട്ട് കൊടുത്ത്, പിന്നെ ഒരു വലിയ ഉള്ളി ചെറുതായി അരിഞ്ഞത്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ കറിവേപ്പില കുറച്ച് കൂടിയാലും കുഴപ്പമില്ല, കുറഞ്ഞു പോകരുത്. പിന്നെ നമുക്ക് ഉപ്പ് ആവശ്യത്തിന് ഉപ്പിടുക. പിന്നെ പട്ട, ഗ്രാമ്പൂ, ഏലക്ക, കുരുമുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരല്പം ഉലുവ, മല്ലിപ്പൊടി, പിന്നെ പെരിഞ്ജീരകം ഇടുന്നുണ്ട്. പെരിഞ്ജീരകം പൊടി ഉണ്ടെങ്കിൽ പെരിഞ്ജീരകം പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് വെള്ളം ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിന് നമുക്ക് ഏകദേശം 25 വിസിലിടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളം ചേർക്കുമ്പോൾ എല്ല് മുഴുവൻ മുങ്ങുന്ന വിധത്തിൽ തന്നെ വെള്ളം ഒഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്കിതിൻ്റെ മസാല എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഒരു പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലല്പം നെയ്യ് ഒഴിക്കുന്നുണ്ട്. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി, ഒരു വലിയ ഉള്ളി തന്നെ എടുക്കണം. അപ്പോൾ ഇത് നന്നായി ബ്രൗൺ ഷെയ്ഡ് ആവുന്ന വരെ ഇളക്കി കൊടുക്കുക. അതിന് ശേഷം അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നുണ്ട്. അതും നന്നായി വഴറ്റിയെടുത്ത് ഇതുപോലെ ആയതിനു ശേഷം ഇതിലോട്ട് മസാലപ്പൊടികൾ ചേർക്കാം. മഞ്ഞൾപ്പൊടി, കുരുമുളക്, മല്ലിപ്പൊടി, ഗരം മസാല, മുളക് പൊടി, ഇതെല്ലാം ഇട്ട് ഇതിടുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം, തീ കുറച്ച് വയ്ക്കണം. അപ്പോൾ ഇത് നന്നായി പച്ചമണം മാറുന്ന വരെ വഴറ്റിയെടുക്കുക. ഇനി വേണ്ടത് ഇതിലോട്ട് ഒരു വലിയ തക്കാളി ജ്യൂസാണ്. അപ്പോൾ അത് അതിലോട്ട് ചേർത്ത് ഇതുപോലെ നന്നായി വഴറ്റി ഈ ഒരു പരുവാകുമ്പോൾ അതിലോട്ട് ചൂടുവെള്ളം, പ്രത്യേകം ശ്രദ്ധിക്കണം, ചൂടുവെള്ളം തന്നെ ചേർക്കണം. നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി അതവിടെ കിടന്ന് തിളച്ച് വരട്ടെ. അപ്പോഴേക്കും നമ്മുടെ ലെഗൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മുടെ ഈ മസാല ചേർത്ത് കൊടുക്കുക. മസാല ഇതുപോലെ ഒഴിച്ച് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതുപോലെയാണ് കിട്ടുക. അതിനുശേഷം അതിലോട്ട് മല്ലിയില വിതറിക്കൊടുത്ത് ജസ്റ്റ് ഒന്നുകൂടി തിളപ്പിക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. അടിപൊളി ടേസ്റ്റാണ്, നല്ലതുമാണ് എല്ലാവർക്കും. അപ്പോൾ പ്രത്യേകം ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ടും ഇരുന്ന് കണ്ട എല്ലാവർക്കും വെരി താങ്ക്സ്. ഓക്കെ, ബൈ.